ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യം. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ലോകത്തിൽ ധാരാളം സന്തോഷങ്ങൾ നമുക്കുണ്ടാകാം. എന്നാൽ സ്വർഗത്തിലുള്ള സന്തോഷത്തെക്കുറിച്ച് പറയുകയാണ്. ദൂതന്മാരുടെ മധ്യേ ഉണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ച് പറയുകയാണ്. സ്വർഗം ആനന്ദിക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് പറയുകയാണ്. ഒരു പാപി മാനസാന്തരപ്പെടുന്ന ഒരു കാര്യം, ഒരു പാപി ദൈവിക പാദപീഠത്തിലേക്ക് വരുന്ന സന്ദർഭം, അതാണ് സ്വർഗം സന്തോഷിക്കുന്ന ഏറ്റവും അമൂല്യമായ നിമിഷം. അതിനായിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരം സ്വർഗം സന്തോഷിക്കണം എന്ന് വരികിൽ ഒരു പാപി കർത്താവിലേക്ക് വരണം. ഒരു പാപി കർത്താവിനെ അറിഞ്ഞ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. ക്രിസ്തുവിന്റെ ഭാഗത്തേക്ക് മടങ്ങി വരണം. അങ്ങനെയുള്ള ആളുകൾ മടങ്ങി വരുമ്പോൾ, ദൈവത്തെങ്കിലേക്ക് വരുമ്പോൾ, ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ രക്ഷിക്കപ്പെട്ടപ്പോൾ സ്വർഗം എത്ര സന്തോഷിച്ചു. ഞാനും നിങ്ങളും മുഖാന്തരം മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ് ചിലർ കർത്താവിനെ അംഗീകരിക്കുമ്പോൾ സ്വർഗം എത്രമാത്രം സന്തോഷിക്കും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരാൾ കർത്താവിനെ അറിയുക എന്നുള്ളത്. ആ അറിയുന്നത് സ്വർഗത്തിൽ എത്രമാത്രം സന്തോഷമുണ്ടാകും എന്ന് മനസ്സിലാക്കി ഈ വലിയ ഉത്തരവാദിത്വം നമുക്ക് ചെയ്യാം.